കുറച്ച് മാങ്ങ ഇഷ്ടപ്പെട്ടില്ല. ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ രാവിലെ തന്നെ തലയിൽ കുറച്ച് എണ്ണ തേക്കുവാണേ. രാവിലെ ഒന്നും അല്ല കേട്ടോ, 11 മണിയായി. സമയം കിട്ടിയത് ഇപ്പോഴാണ്. കൊച്ചുറങ്ങി. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കണം, കുളിക്കണം. തലയിൽ എപ്പോഴും തല കഴുകുന്നില്ല, ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ കഴുകുന്നുള്ളൂ. ഇന്ന് ഇച്ചിരി എണ്ണയൊക്കെ തേക്കാമെന്ന് ഓർത്തു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചത് കാച്ചിയ എണ്ണയാണ് കേട്ടോ. ഇത്രയായി. ഇപ്പം ഞാൻ വേഗം ചോറ് വെക്കാൻ നോക്കും കേട്ടോ. ചോറ് നാളത്തേക്കും കൂടെ വെക്കണം. കാരണം കൊച്ചിൻ്റെ വിസയുടെ ആവശ്യത്തിനായിട്ട് നാളെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇപ്പം നാളെ ഇനിയിപ്പോൾ ഒന്നും സമയം കിട്ടത്തില്ല. അപ്പോഴത്തേക്കും ഞാനിച്ചിരി ചോറ് അധികം ഇടുവാണ് കേട്ടോ. ചോറൊക്കെ അടുത്ത് വെച്ചപ്പോൾ ഞാൻ ചുമ്മാ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ ഓർത്തു. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, നമുക്ക് ജ്യൂസൊന്നും കുടിക്കാൻ തോന്നത്തില്ലേ. പക്ഷേ ബീട്രൂട്ടിൻ്റെ ഒരു ജ്യൂസ്, ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് അരിച്ചെടുക്കും. എന്നിട്ട് ലെമണും പിഴിയും. പഞ്ചസാര ഇടരുതെന്നാണ്, പക്ഷേ ഞാൻ ചായയിൽ പഞ്ചസാര കൂട്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും അതിൽ കോംപ്രമൈസ് ആക്കാൻ നോക്കി. ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടാൻ നോക്കും. ഒരു പീസ് ക്യാരറ്റും കൂടി എടുക്കാം. ഇതൊന്നും കുടിക്കാറൊന്നുമില്ല കേട്ടോ, ഇന്ന് ആദ്യമായിട്ട് ചുമ്മാ ഒരു പിന്നെ ഇപ്പോൾ ഇങ്ങനെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. തോരൻ വെച്ച് കൂട്ടി മടുത്തു. ഇടയ്ക്കൊക്കെ ഞാൻ തോരനൊക്കെ വെക്കുമായിരുന്നു, പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഓരോരോ തോന്നലല്ലേ. നമ്മുടെ തോന്നലിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി തരാൻ നമുക്കിവിടെ ആരുള്ളത്. അമ്മ വരുമ്പോഴാണ്. ഭയങ്കര മൂടലാണ്. ഈ വിൻ്റർ തുടങ്ങിയാൽ ഇങ്ങനെയാണ്, ഫുള്ള് ഇങ്ങനെയായിരിക്കും. എപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടി പുറത്ത് തണുപ്പും മഴയും. ഇനി ഫുള്ള് ഇങ്ങനെ ആയിരിക്കും ജനുവരി വരെയൊക്കെ. ഫെബ്രുവരിയിലൊക്കെ നല്ല തണുപ്പായിരിക്കും. ബീട്രൂട്ടും കൂടെ കട്ട് ചെയ്തിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അരിച്ചെടുക്കാം വേണമെങ്കിൽ. മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അയലൊന്നും ഇവിടുത്തെ കടകളിലൊന്നും കിട്ടത്തില്ല. അപ്പം ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവരും ഒരു മലയാളി ചേട്ടൻ. എന്ത് മീൻ വേണമെങ്കിലും കിട്ടും കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ അയലാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഇവിടെ കിട്ടും മാക്രലെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് മീനീട്ടത്തിലുള്ള അയലാണ്. എനിക്ക് അയല കൂട്ടാൻ ഒരു പൊടി. ഈ സമയത്ത് മീൻ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ ഒരു പൊടി. നമ്മൾ 2 കിലോയുടെ ബാഗ് കേട്ടോ മേടിച്ചത്. 1 കിലോയ്ക്ക് 13 പൗണ്ട്, മൊത്തം 26 ആയി. 2 കിലോയുടെ ബാഗ് കേട്ടോ. ഇപ്പോൾ കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നോക്കും. ഇപ്പം കുറച്ചെടുത്തിട്ട് വറക്കോ കറിയൊക്കെ ചെയ്യാം. വറക്കിയിട്ടൊന്നും ഇങ്ങനെ സിപ്പർ ബാഗിലാക്കിയിട്ട് ഇതുപോലെ 4-3 ആയിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം എടുക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ എടുക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഇതുപോലത്തെ ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിൽ ഞാൻ 4 ഇതിൽ 3 ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. നാളത്തേക്ക് അത് കൂടെ കറിയൊക്കെ വെച്ചേക്കാൻ വേണ്ടി 7 ടൈം എടുത്തിട്ടുണ്ട്, മറക്കാനും കറി വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഇറച്ചീനെക്കാട്ടും എനിക്ക് മീനാട്ടോ ഇഷ്ടം. എൻ്റെ മുഖം കാണുന്നില്ല തോന്നുന്നില്ലേ? ആർക്കൊക്കെ ഉണ്ട് ഇറച്ചീനെക്കാട്ടും മീൻ ഇഷ്ടമുള്ളവർ? എനിക്ക് ചെറുപ്പം തൊട്ടേ മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ അപ്പാപ്പൻ്റെ അമ്മേൻ്റെ കൂടെ നിന്നിട്ട് വളർന്നത്. അന്നേരം അപ്പാപ്പൻ എപ്പോഴും മീൻ മേടിക്കും, എന്നും മാർക്കറ്റിൽ പോകും. പല ടൈപ്പിൽ ഞാൻ കൂട്ടാത്ത മീനില്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെറുപ്പം തൊട്ടേ മീൻ കൂട്ടി മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ നാട്ടിലത്തെ അയല, എനിക്കൊന്ന് അയല അധികം കൂട്ടാൻ പാടില്ല. പ്രഗ്നൻസിയിൽ അധികം കൂട്ടുന്നില്ല, ഒതുക്കി നമ്മൾ കൂട്ടണ്ടേ. നമ്മൾ ഒത്തിരി അങ്ങനെ റെസ്ട്രിക്ഷൻ അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും അപ്പോൾ അതിലൊന്നും കാര്യമില്ല. എനിക്കിങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ നാട്ടിലത്തെ അയല കൂട്ടണം എന്നൊരു കൂടി ഫോണിച്ചിരി നീക്കി വെക്കട്ടെ. ഞാൻ പുതിയ സ്റ്റാൻഡൊക്കെ വാങ്ങിച്ചു, പക്ഷേ അതൊക്കെ ഇതായിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ അതൊക്കെ യൂസ് ചെയ്തേ. ഞാനിതൊക്കെ വേഗം നന്നാക്കി എടുക്കട്ടെ കേട്ടോ. കുറച്ച് എനിക്കിപ്പോഴത്തേക്കും നമുക്ക് പരിപാടികളെല്ലാം കഴിക്കണം. ചോറ് ഇനി വിസിലൊക്കെ പോയി ഇനിയിപ്പം ഊറ്റിയാൽ മതി കുറച്ച് കഴിയുമ്പോൾ. ഇനി അയല ചിക്കൻ കറിയുടെ ഉണ്ട് കാര്യം പറഞ്ഞാൽ, പക്ഷെ നമുക്ക് അയല മീൻ ഫ്രഷായിട്ട് കിട്ടുമ്പോൾ അന്ന് തന്നെ വെച്ചില്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് ഇന്ന് തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നന്നാക്കി മീനൊക്കെ നന്നാക്കിയിട്ടോ ഇത് കറി വെക്കാൻ, ഇത് വറക്കാൻ. മീൻ കറി വെക്കാൻ പോകണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് വെക്കണ്ട കറി. ഞാൻ അത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പൊന്ന് വെച്ചാൽ നാളത്തേക്ക് എടുക്കാമല്ലോ. ചിക്കൻ കറി ഉണ്ട് ഓൾറെഡി. ഒന്നും തോരനൊന്നും വെച്ചില്ല, സമയമില്ല. എനിക്ക് പെട്ടെന്ന് കുളിക്കണം. കൊച്ചിനിരിക്കുന്നതിന് മുമ്പേ നല്ല പണിയും തീർത്ത് വെക്കണം. മീൻ കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ വെക്കുന്ന പോലെ ഉലുവ കാണുന്നില്ല. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തു. അങ്ങനെ മീൻ കറി സെറ്റ്. ഈ മുളക് പൊടിക്ക് ഒരു കളറില്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ തീർന്നിട്ട് ഞങ്ങൾ മലയാളി കടയിൽ നിന്ന് മേടിച്ചാൽ കാശ്മീരി മേടിച്ചാൽ മതിയായിരുന്നു. എനിക്ക് മീൻ കറിയൊക്കെ നല്ല കളറിലിരിക്കണം, ഇങ്ങനെ വേറെ കളറിലായി എനിക്കിഷ്ടമല്ല. ഓക്കെ, അങ്ങനെ വറക്കാനുള്ള മീനും പുരട്ടിയൊക്കെ വെക്കുവാണേ. കൊച്ചിനുള്ളത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. കൊച്ചിനുള്ളതിൽ എരിവൊന്നും ഇട്ടില്ല. ഇതിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സാധാ മസാല, ഇച്ചിരി വിനാഗിരിയും കൂടി വെച്ചു കേട്ടോ. ചെറിയൊരു പുളിപ്പുള്ളത് നല്ല നമ്മൾ മീനൊക്കെ വറക്കണം. അല്ലെങ്കിൽ നാരങ്ങ യൂസ് ചെയ്താൽ മതി. കറി ഇവിടെ അടുപ്പയിലുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം പയ്യെ പറയുന്നത് കുറച്ച് ഉറങ്ങണം. അപ്പോൾ എനിക്ക് കുറച്ച് എണീറ്റായി ഇപ്പോൾ എനിക്ക് പണി കിട്ടും. എനിക്ക് കുളിക്കും വേണം അതിന് മുമ്പ്. കുറച്ച് മാങ്ങയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ മീൻകറിയുടെ കളർ കണ്ടിട്ട് എനിക്ക് കാശ്മീരി മുളക് പൊടി അർജൻറ്റായിട്ട് വാങ്ങണേന്. എനിക്ക് മീൻകറി നല്ല ചുമന്നിരിക്കുന്ന കേട്ടോ ഇഷ്ടം. ഇതൊരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മീൻകറി ഇങ്ങനെയല്ല ഗൈസ്. മീനും വറുക്കാൻ വെച്ചു, കറിയും. അപ്പോൾ ഈ മുളക് പൊടിക്ക് നല്ല കളർ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കൊച്ച് എണീച്ചില്ല, ഇപ്പോൾ എണീക്കാനായിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കണം. ചോറും കൂടെ കഴിച്ചിട്ട് അതിനെ പോയി ഉണർത്താൻ ഓർത്തു. എന്നിട്ട് അല്ലെങ്കിൽ രാത്രി പിന്നെ ഉറങ്ങത്തില്ല.